ിലേക്ക് മറ്റന്നാൾ പുറപ്പെടാനിരിക്കെ ഇന്ന് പരസ്യപ്രചാരണത്തിന് സമാപനമാകുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എല്ലാ മുന്നണികളും അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കൊട്ടിക്കലാശത്തെ ആവേശപൂർണ്ണമാക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഇനി നമുക്ക് തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ആ പൂരത്തിന് തുടക്കം കുറിച്ചതാണ്. നേരത്തെ തന്നെ അതൊരു സ്റ്റാർ മണ്ഡലമായിരിക്കുമെന്നത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്ലാമർ പോരാട്ടം ഇപ്പോൾ അതിന്റെ എൻഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ മറ്റ് മണ്ഡലങ്ങളിൽ പ്രധാനമായും പേരൂർക്കടയിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലും ഈ രണ്ട് കൊട്ടിക്കലാശ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും ആവേശകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിലേക്ക് മുന്നണികളുടെ വരവ് ആരംഭിച്ചോ? എങ്ങനെയാണ് വിവരങ്ങൾ? അഭിലാഷ്, കിരൺ, തീർച്ചയായും അതായത് തെരഞ്ഞെടുപ്പിന്റെ ശരിക്കുള്ള പൂരം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. തൃശൂർ തെക്കിൻകാട് മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുന്നണികളുടെ കടന്നുവരവ് അതിനുവേണ്ടിയുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 4 മണിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തേക്ക്. നമ്മൾ ഈ ദൃശ്യം കാണുന്ന അവിടെയാണ് UDF ആയി ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ ബാരിക്കേഡുകൾ തീർത്ത് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം അവിടെ പ്രവർത്തകരെ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ CRPF ഒക്കെ അടക്കം കനത്ത നിയന്ത്രണത്തിൽ തന്നെയാണ് ഇവിടുത്തെ പ്രചരണത്തിന് മാറ്റിക്കൂട്ടാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ സൈഡിലേക്ക് ഇവിടെയാണ് LDF കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അവിടെ ബാരിക്കേഡുകൾ ആ സമയത്തേക്ക് ബാരിക്കേഡുകൾ തീർത്ത് ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു ജനപ്രവാഹം ഉണ്ടാകും. ഒപ്പം തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രവർത്തകർ എത്തുകയും ചെയ്യുന്നത്. ഒന്നിനൊന്ന് മെച്ചത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ സൈഡിലാണ് NDയുടെ ആവേശ കൊടുമുടിയിലേക്ക് എത്തിക്കാനുള്ള പ്രചരണ പരിപാടികൾക്കും ഒപ്പം തന്നെ കലാശക്കൊട്ടിനും വേദിയൊരുക്കുന്നത്. അവിടെയും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് നിയന്ത്രണം എടുപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ സമ്പൂർണ്ണമായും പോലീസിന്റെയും ഒപ്പം തന്നെ CRPFന്റെയും സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തവണ ഇവിടുത്തെ ഒരു കലാശക്കൊട്ട് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 4 മണിയോട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ആ പൂരത്തിന് ആവേശമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യഥാർത്ഥ പൂരം നടക്കുന്നത് അത് തൃശ്ശൂരിൽ തന്നെയാണ്. ശക്തരായിട്ടുള്ള 3 മുന്നണികൾ, ശക്തരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം കൂടിയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി നമ്മൾ കണക്കുകൂടുകയും ചെയ്തു. പക്ഷേ പിന്നീട് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ സർപ്രൈസ് ആയി തന്നെ K മുരളീധരന്റെ ഒരു കടന്നുവരവോടുകൂടി ഒരു ട്രബിൾ ഷൂട്ടറായി എപ്പോഴും കോൺഗ്രസ് രംഗത്തിറക്കാറുള്ള K മുരളീധരന്റെ കടന്നുവരവോടുകൂടി കൂടുതൽ ചിത്രം വ്യക്തമാവുകയും ചെയ്തു. 1.5 മാസം നീണ്ടുനിന്ന വലിയ പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ തൃശൂർ കടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് CRPFന്റെ ഉദ്യോഗസ്ഥർ പോകുന്നതാണ്. അവിടെ വലിയ രീതിയിൽ നമുക്കറിയാം നേരത്തെ തന്നെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളക്ടർ 6 മണിക്ക് ശേഷം ഈ ഒരു കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് 6 മണി മുതൽ നാളെ വൈകിട്ട് 6 മണി വരെ തൃശ്ശൂരിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണവും ഒപ്പം തന്നെ കൃത്യമായ നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ CRPFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഈ മുന്നണികളുടെ പ്രവർത്തകരുടെ ഒരു കടന്നുവരവ് ഉണ്ടാകുന്നതോടുകൂടി പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ട് മറ്റാർക്കും കടന്നു വരാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ദിവസം മുമ്പ് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാതറിംഗ് കണ്ട ഇടമാണ് ഞാൻ ഈ നിൽക്കുന്ന തെക്കേ ഗോപുരനടയിൽ. അവിടെ അന്ന് പൂരത്തിന് സമാനമായ രീതിയിൽ എങ്ങനെയായിരുന്നു ആളുകൾ കൊണ്ടാടിയത്, ആ ഗ്യാതറിംഗ് എങ്ങനെയായിരുന്നു, അതേ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റുകൂട്ടിക്കൊണ്ട് വലിയ ആവേശ പ്രകടനമാക്കി മാറ്റാനുള്ള ഒരു കലാശക്കെട്ട് അല്ലെങ്കിൽ അതിനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് മുന്നണിയിലുള്ളത്. ഓരോ പ്രവർത്തകരും ഒന്നിനൊന്ന് മെച്ചത്തിൽ ഓരോ സ്ഥാനാർത്ഥികൾ, അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണാറുള്ളതാണ്, ഓരോരുത്തരും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണോ. ഒപ്പം തന്നെ അവർ ഓരോ രീതിയിൽ ഓരോ പ്രവർത്തകരെ ഉത്തേജിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ ആവേശം പകർന്ന രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതേ ആരവത്തോടെ അതേ ആർജവത്തോടു കൂടി അവരും പ്രവർത്തകരും നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 4 മണിയോടുകൂടി ഇവിടേക്ക് പ്രവർത്തകർ മുന്നണികൾക്കും ആവേശ കാഴ്ചകൾ ഒരുക്കാൻ വേണ്ടി അവസരം നൽകിയിരിക്കുന്നത്. പലയിടത്തും അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നോക്കിയാൽ 3 മുന്നണികളെയും ഒരുമിച്ച് കാണാം. പരസ്പരം മത്സരിച്ച് കൊട്ടിക്കയറാമെന്നൊക്കെ പറയുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും നിന്ന് കൊട്ടിക്കയറുന്നത് പോലെ തന്നെ മുന്നണികളുടെ അണികൾ ആവേശോജ്വലമായി കൊട്ടിക്കയറുന്ന സ്ഥലം അടുത്തടുത്ത് തന്നെയാണോ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിലും ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ തെക്കേ ഗോപുരം നടയിലേക്ക് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. ഈ സൈഡിൽ ഞാനിപ്പോൾ കാണുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് LDFനായി അവർ ക്രമീകരിച്ചിട്ടുള്ളത്. തൊട്ട് ബാക്കിൽ UDFനായും ഒപ്പം തന്നെ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് NDAക്കായുമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന. പ്രവർത്തകരുടെ ആവേശം, അതായത് നേർക്കുനേർ മൂന്ന് മുന്നണികൾക്കും നേർക്കുനേർ നിന്ന് അവരുടെ ആവേശം പ്രകടമാക്കാം. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയതിനു ശേഷമുള്ള അവരുടെ എല്ലാവിധ കാര്യങ്ങളും, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ ആവേശം വാനോളം ഉയരുന്ന തരത്തിൽ പൂരം കൊട്ടിക്കയറുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പൂരവും തൃശ്ശൂരിൽ കൊട്ടിക്കയറാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ CRPFന്റെ ഒരു വലിയ നിര തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. അതിന്റെ ഓരോ രസകരമായിട്ടുള്ള ക്യാപ്ഷനുണ്ട്. അതായത് തൃശ്ശൂരുകാരുടെ മനസ്സിൽ സുനിലേട്ടനുണ്ട്, ഒപ്പം തന്നെ ഇടം നെഞ്ചിൽ സുരേഷ് ഗോപിയുണ്ട്, ഒപ്പം തൃശ്ശൂരിന്റെ സ്വന്തം പുത്രൻ K മുരളീധരൻ. അങ്ങനെ മൂന്ന് ശക്തരായ സുരേഷ് ഗോപി ഇടനെഞ്ച് തിരുത്തിയിട്ട് പറഞ്ഞു നെഞ്ചിലാണ്, ഇടനെഞ്ചിലല്ല എന്ന്. ഇടതിനോട് അത്ര സ്നേഹമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായും തെറ്റുമെന്ന സംശയത്തിലായിരുന്നു. അവർ ആ ഒരു രസകരമായ രീതിയിലുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ നെഞ്ചിൽ തന്നെ, അതായത് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇവിടുത്തെ ജനങ്ങൾ ഉള്ളതുപോലെ തന്നെ ജനങ്ങളുടെ നെഞ്ചിൽ താനുമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും അതിശക്തർ തന്നെയാണ്. അതുപോലെ തന്നെ അതിലും വലിയ ശക്തർ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ അതിലും വലിയ മികച്ച ആവേശത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരാം. തൃശ്ശൂരിൽ യഥാർത്ഥ പൂരം നടന്ന അതേ തേക്കിൻകാട് മൈതാനത്തോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ പൂരത്തിന് കളമൊരുക്കിയിട്ടുള്ളത്. പക്ഷേ തെക്കോട്ടിറക്കം 4 മണിയോടുകൂടി പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് മിഥുൻ പറഞ്ഞത്. തീർച്ചയായും ആ സമയത്ത് അതിനിപ്പോൾ 10-15 മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത്. വളരെ